പ്രൈസ് ലോർഡ്. ജീനിയസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യണം. ഈ നോമ്പ് കാലഘട്ടത്തിലെ ഓരോ നിമിഷവും വിശുദ്ധിയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് ഓരോ ദിവസവും പരിശുദ്ധാത്മാവോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്നിരുന്നാലും ഒരു ഭാരതീയൻ എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഒരു സഭ, ഒരൽമായൻ എന്ന നിലയ്ക്കും ചിലപ്പോഴൊക്കെ പ്രതികരിക്കേണ്ടി വരികയാണ്. പ്രതികരണം ചില സമയത്ത് അതിൽ കടക്കുന്നു എന്ന് ചിലർ പറയുമ്പോഴും അതൊക്കെ ആ തെറ്റിനെ തിരുത്താൻ ഞാൻ നോക്കാറുണ്ട്. അതിൽ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ ഇപ്പോ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് നവമാധ്യമങ്ങളുടെ വലിയൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉപഗ്രഹ ചാനലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നല്ലത്. അതിനപ്പുറമായിട്ട് നവമാധ്യമങ്ങള്, നമുക്കത് ഫേസ്ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ടെലഗ്രാമോ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റ് ഇതര മാധ്യമങ്ങളിലൂടെ വളരെ ക്വിക്കായിട്ട് ലോകം മുഴുവൻ വാർത്ത എത്തിക്കാൻ ഇന്ന് രാഷ്ട്രീയ പാർട്ടികള്, മതം, സാംസ്കാരിക മേഖലകള്, അങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ന് ഒരുമിച്ച് ഏക ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോ ഞാൻ എന്താണ് പറയണതെന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണ അല്ലെ? കത്തോലിക്ക സഭയിലെ യുവജനങ്ങളെ നമ്മൾ ഉണരേണ്ട സമയമാണ്. നമുക്ക് ലഭിക്കുന്ന മൊബൈൽ ഫോണായിരിക്കാം, അല്ലെങ്കിൽ ചെറു ക്യാമറകളായിരിക്കാം, മറ്റ് മാധ്യമത്തിന് ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളായിരിക്കാം, എന്തോ ആകട്ടെ. ഇന്ന് നമ്മൾ ഒരുപാട് ലോക കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, ഷൂട്ടിംഗ് ചെയ്ത് പങ്കുവെച്ചുകൊണ്ട് വലിയ യൂട്യൂബറായി നമ്മൾ മാറി. അത് വരുമാനം ഒരുപാട് മേടിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇന്ന് നമ്മൾ ഉജ്ജ്വലിക്കേണ്ട വലിയൊരു കാലഘട്ടം. അത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കാലഘട്ടത്തില്. അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങാനോ ടെലഗ്രാമിന്റെ ഒരു അക്കൗണ്ട് തുടങ്ങാനൊന്നും വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിത് പറഞ്ഞു തരും. ഇന്ന് യുവജനങ്ങളെ നമ്മൾ ഉണരണം. നമുക്ക് സംഘടനകളുണ്ട് ഇല്ലേ? കത്തോലിക്ക സഭയിലെ നമുക്ക് KCMO അടക്കം, അല്ലെങ്കിൽ ജീസസ് യൂത്ത്, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷെ ഈ സംഘടനകള് സംഘടിപ്പിക്കണം. നമ്മൾ സംഘടിപ്പിക്കാതെ ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഞാൻ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് സ്ട്രോങ് ആയി സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മളെ കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ റീത്തിലെ ഉടമ്പടി, പുതിയ ഉടമ്പടിയായ വിശുദ്ധ കുർബാന, ഈ കുർബാനയുടെ പേരില് ഇന്ന് എത്ര നാളുകളായി നിരാകരവും അടിയും കോലം കത്തിക്കലും എന്ന് വേണ്ട സോഷ്യൽ മീഡിയയിലെ കുറച്ചു പേര് ഇരുന്നു കൊണ്ട് ഇതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന യുവജനങ്ങളെ നിങ്ങളെല്ലാവരും വാളെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കിടക്കുന്നത്. മറിച്ച് നമുക്കൊക്കെ പോസിറ്റീവായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയുടെ പേരിൽ ഇല്ലേ, ഇന്ന് കത്തോലിക്ക സഭയുടെ അച്ചുതണ്ടാണ് വിശുദ്ധ കുർബാന. ഈ അച്ചുതണ്ടായ ആ വിശുദ്ധ കുർബാനയെ തകർക്കാൻ ഒരു കാലഘട്ടത്തില് ബ്ലാക്ക് മാസ് ഇല്ലേ, ഇന്ന് കറുത്ത കുർബാന എറണാകുളത്തും അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഉത്ഭവിച്ചപ്പോൾ നമ്മൾ ഒരുപാട് പ്രതികരിച്ചവരാ. ഇന്ന് ആ ബ്ലാക്ക് മാസിന് എതിരെ നമ്മൾ സംസാരം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ബ്ലാക്ക് മാസ് വിഭാഗമാണോ, കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയെ തകർക്കാൻ ഉന്നമിച്ചിരിക്കുന്ന വ്യക്തികളോ ആരാവട്ടെ, അവർ ലക്ഷ്യമിടുന്നത് വിശുദ്ധ കുർബാന, ആ ഒരു കൂട്ടായ്മയെ, ആ വലിയൊരു കൂദാശയെ തകർത്താൽ കത്തോലിക്ക സഭ അല്ലെങ്കിൽ സീറോ മലബാർ സഭയെ തകർക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇവര് പല രൂപത്തിലും ഭാവത്തിലും സോഷ്യൽ മീഡിയയുടെ ക്യാമറകൾ മുഴുവൻ ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭ, സീറോ മലബാർ അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സഭാ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോക്കസ് ചെയ്തുകൊണ്ട് എത്രമാത്രം നെഗറ്റീവ് കൊടുക്കാമെങ്കിൽ അത്രമാത്രം നെഗറ്റീവ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭയ്ക്ക് ഉള്ളിൽ തന്നെ ഉള്ളിലുള്ള കുറെ വ്യക്തികള്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ പറയാ, ചെകുത്താന്റെ സന്തതികൾ എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ചെകുത്താന്റെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ നല്ലവരാ. പക്ഷെ ഇവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയൊരു വിഭാഗം ഈ സഭയെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ, സീറോ മലബാർ സഭയെ തകർക്കാൻ വേണ്ടി അവർ ഒരേ ശക്തിയായി അവർ പുറപ്പെടുമ്പോൾ എന്റെ യുവജനമേ, ഈ യുവജനങ്ങളായ
നിങ്ങൾ ഏതെങ്കിലും തരത്തില് പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അവിടെ ഇവിടെ ഏതെങ്കിലും പത്രത്തിൽ ചെറിയൊരു കോണിൽ അത് ഞങ്ങൾ പ്രതിഷേധിച്ചു എന്ന് പറയാനല്ലാതെ സ്ട്രോങ് ആയി പ്രതിഷേധം, ഞാൻ നേരത്തെ പറഞ്ഞു, തോക്കും വടിയും വാളും എടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധമല്ല കത്തോലിക്ക സഭയുടേത്. പോസിറ്റീവായുള്ള കാര്യങ്ങൾ പോസിറ്റീവായി പ്രതികരിക്കാൻ പറ്റാതെ പോകുന്ന യുവജനങ്ങളെ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം, എല്ലാം നശിച്ചതിന് ശേഷം നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് യുവജനങ്ങളെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ യുവജനങ്ങളെ നിങ്ങൾ ഉണരാൻ സമയമായി. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒപ്പം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരികയും അല്ലാതെയും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി പ്രതികരിക്കണം. നമ്മള് ഒന്നില്ലെങ്കിൽ സ്വന്തം ഇടവക പള്ളിയിലെ ഒന്ന് ഒരുമിച്ചിരുന്ന് ഒരു ജപമാലയും ഒരുമിച്ച് ചൊല്ലേ. ഈ തിന്മയുടെ അന്ധകാരത്തിന്റെ കെട്ടുകള് വിട്ടുപോവാൻ സീറോ മലബാർ സഭ ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുക. മാർപ്പാപ്പയുടെ പ്രതിനിധിയടക്കം ആ കോലത്തെ കത്തിച്ചു കളയുമ്പോൾ അതൊക്കെ ചങ്ക് തൊട്ടുകൊണ്ട് പറയുകയാണ്. ഒരുപാട് മക്കള് ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വേദനിച്ചിരിക്കുക. ഈ വേദനിച്ചിരിക്കുന്നവരെല്ലാം കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ പ്രത്യേകത, എന്തുണ്ടായാലും മിണ്ടാതിരിക്കുക, നീ ശാന്തമായിരിക്കുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അങ്ങനെയാണല്ലോ ബ്രദറെ വചനം പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാണ് വചനം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില സമയത്ത് ചാട്ടവാർ എടുക്കുന്ന സമയത്ത് ചാട്ടവാർ എടുക്കണം. യുവജനങ്ങൾ ഉണരണം. ഈ സമയങ്ങള് യുവജനങ്ങൾ ഉണരണം. കാരണം ഈ ഗൂഢശക്തികള്, പ്രത്യേകിച്ച് ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ പേരും പറഞ്ഞുകൊണ്ട് പലവരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെ തന്നെ പിടിച്ചുകൊണ്ട് അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെതിരെ ഒരു കോട്ട കെട്ടാൻ നമ്മൾ തയ്യാറാകണം. പ്രാർത്ഥനയുടെ കോട്ട കെട്ടണം. ഒപ്പം തന്നെ നമ്മൾ പ്രതികരിക്കുന്നവർക്ക് നമ്മൾ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ സഭയെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കണം. എല്ലാം തകർന്ന് അവസാനം കത്തോലിക്കർ അങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നല്ല പറയേണ്ടത്. പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കണം, പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം, ഉണരേണ്ട സമയത്ത് ഉണരണം. ഇതാണ് നമ്മൾ ക്രൈസ്തവർ ചെയ്യേണ്ടത്. ഈ ഉണരേണ്ട സമയത്ത് ഉണരാതെ എല്ലാം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കണ്ട ചായപ്പീടകളിലും അല്ലെങ്കിൽ കൂട്ടമായിരുന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് കാര്യമില്ല. മറിച്ച് ഐക്യമായി ഒരുമിച്ച് ഏക സ്വരത്തിലെ സഭയോട് ചേർന്ന് സഭയെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.